യാഥാർത്ഥ്യബോധത്തോട് ചേർന്നു നിൽക്കുന്ന ബജറ്റെന്നും ആഴത്തിൽ വായിച്ചാൽ നമ്മുടെ വികസനത്തിന് നന്ദി കുറിക്കാൻ കഴിയുന്ന അടിസ്ഥാനമിടാൻ കഴിയുന്ന ധാരാളം പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളുള്ള ബജറ്റ് എന്നുമാണ് ധനമന്ത്രിയും സർക്കാരും വിശദീകരിക്കുന്നത്. ഇത് ഒരു പൊളിഞ്ഞ ബജറ്റാണെന്നും പെർഫോം ചെയ്യാൻ പോകുന്നില്ല എന്നുമാണ് പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നത്. ഏറെക്കുറെ ഒരു മൈതാന പ്രസംഗം എന്നുള്ളതായിരുന്നു BJPയുടെ വിമർശനം. കേരളത്തിന് കരുതലുണ്ടോ എന്ന വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ഈ ബജറ്റ് ദിവസം ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം CPM-ൽ നിന്ന് ശ്രീ ജെക്സി തോമസ്, BJP-യിൽ നിന്ന് ശ്രീ നാരായണൻ നമ്പൂതിരി, കോൺഗ്രസിൽ നിന്ന് ശ്രീ KS ശബരിനാഥൻ, ശ്രീ BA പ്രകാശ് സാമ്പത്തിക വിദഗ്ധൻ എന്നിവർ ചർച്ചയിൽ ചേരുകയും ചെയ്യുന്നു. അതിനു മുൻപ് ആദ്യം ശ്രീ ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കെടുക്കുകയുമാണ്. മിനിസ്റ്റർ, സ്വാഗതം. മിസ്റ്റർ, കേരളത്തിന്റെ വികസനത്തിന് അടിത്തറയിടുന്ന ബജറ്റ് എന്നുള്ളതാണ് അവകാശവാദം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നും അങ്ങ് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. വമ്പൻ പ്രഖ്യാപനങ്ങളില്ല, ക്ഷേമ പെൻഷൻ വർധനയില്ല, കടുത്ത സാമ്പത്തിക ഞെരുക്കം പ്രകടമല്ലേ? അങ്ങനെയല്ല. സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ വർഷം ആകെ നമ്മൾ ചിലവാക്കിയത് 2023-24 നമ്മൾ ആകെ ചിലവാക്കിയത് 1,59,000 കോടിയായിരുന്നു AGയുടെ കണക്ക് വന്നപ്പോൾ. ഈ വർഷം നമ്മൾ ചിലവാക്കാൻ പോകുന്നത് 1,78,000 കോടിയാണ്. അതിപ്പം ഫൈനൽ അക്കൗണ്ട് വരുമ്പോൾ ആണ് കറക്റ്റ് ഫിഗർ വരിക. പക്ഷേ 10,15,000 കോടി രൂപ അധികം ചിലവാക്കുന്നത്. അപ്പം അത്രയ്ക്കും വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി മാറിയതുകൊണ്ടാണല്ലോ കൂടുതൽ ചിലവാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 3 വർഷവും ഉണ്ടായിരുന്ന 1,60,000 കോടിക്ക് അപ്പുറത്തേക്ക് വരാൻ ഇപ്പോഴാണ് പറ്റിയത്. അപ്പോൾ ആ തരത്തിലൊരു ഗ്രോത്ത് ഉണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വലിയ തോതിലുള്ള തരാതിരിക്കുന്നതിൻ്റെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ പണമായി എന്തും ചെയ്യാനുള്ള പണം ഉണ്ടെന്നല്ല, അത് മെച്ചമുണ്ടായിട്ടുണ്ട്, കൂടുതൽ മെച്ചപ്പെടും. പിന്നെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾ പലതും ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ വിശദമായി നോക്കിയാൽ മതി. വലിയ ഭാവി സാധ്യതയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ വന്നിട്ടുണ്ട്. മിസ്റ്റർ, കഴിഞ്ഞ ബജറ്റിൽ അങ്ങ് പറഞ്ഞ പ്ലാൻ ബി, കേന്ദ്രവുമായുള്ള സാമ്പത്തിക ചർച്ചകളിൽ തീരുമാനമായില്ലെങ്കിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ബി, അത് പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. തുടർച്ചയായ 2 വർഷം ക്ഷേമ പെൻഷൻ വർധനയില്ല, ഭാവി വർധനയെക്കുറിച്ചുള്ള സൂചനകളില്ല. നമ്മുടെ ഒരു അഭിമാന പ്രഖ്യാപനമായിരുന്നല്ലോ. അതേസമയം ഇന്ധന സെസ് അടക്കം തുടരുകയും ചെയ്യുന്നുണ്ട്. വെട്ടിക്കുറച്ചു എന്ന് അവർ പറയുന്നതാണല്ലോ. പ്ലാൻ സൈസ് വെട്ടിക്കുറച്ചു എന്നല്ല, പ്ലാനിനകത്ത് ചില റീഓറിയൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്, വെട്ടിക്കുറവ് വരുത്തിയിട്ടില്ല. സ്പെൻഡിങ്ങിനകത്ത് വലിയ കുറവ് വരാതെ തന്നെ അത് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് തരാനുള്ള പണം തരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എന്തിനാണ് ഞാൻ കൂടുതൽ പറയുന്നത്? നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തത്തിന് പോലും അനുവദിക്കാൻ ഒരു പണവും അനുവദിക്കാത്ത ആളുകളാണ് കേന്ദ്രം. ആ ഒരു സമീപനം നമ്മളിവിടെ ഉണ്ട്. അതിൻ്റെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. എങ്കിലും DA കുടിശ്ശിക അല്ല, ഒരു DA ഇന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ഏപ്രിൽ മാസം മുതൽ ഏറ്റവും കുറഞ്ഞ 750 രൂപ മുതൽ ഒരു 5,000 രൂപ വരെ ഒരു മാസം അധികം കിട്ടുന്നതാണ് DA പ്രഖ്യാപനം. ചെറിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കരാർ ജീവനക്കാർക്ക്, ഡെയിലി ജീവനക്കാർക്ക് മാസം 1,000 രൂപ, ശരാശരി 1,000 രൂപയ്ക്ക് അടുത്ത് വർധന വരുന്ന ഒരു പദ്ധതി അത് വർധന ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ കിട്ടില്ല എന്ന് വിചാരിച്ച ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു, അത് ഏകദേശം 2,400 കോടി വരും. അത് ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേരളം പോലൊരു സ്റ്റേറ്റിൽ, അതുപോലെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു 600 കോടി ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ തുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. സാമാന്യം വലിയ തുക തന്നെയാണ്. പെൻഷൻ്റെ മുഴുവൻ കുടിശ്ശികയും സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ മുഴുവൻ കുടിശ്ശികയും അടുത്ത വർഷം കൊടുത്തു തീർക്കും. 3 ഗഡു കൊടുക്കാനുണ്ട്, 3,000 കോടി രൂപ. അപ്പോൾ അതെല്ലാം കൊടുത്തു തീർക്കും എന്നുള്ളത് അങ്ങേറ്റം ഉറപ്പോടു കൂടിയാണ് പറഞ്ഞത്. അത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. സർക്കാർ ജീവനക്കാർ സംസ്ഥാനത്താകെ വലിയ പ്രകടനമൊക്കെ നടത്തുന്നുണ്ട് ഈ പ്രഖ്യാപനങ്ങൾ അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട്. ശരി മിനിസ്റ്റർ, ഇപ്പോൾ സപ്ലൈകോ അടക്കമുള്ളവയ്ക്ക് കുടിശ്ശിക കൊടുക്കാനുള്ള പണമേ അനുവദിച്ചിട്ടുള്ളൂ ബജറ്റിൽ. അതായത് 700 കോടി രൂപ ഇപ്പോൾ കുടിശ്ശികയുണ്ട്, അതുമാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. വരും സാമ്പത്തിക വർഷവും സാമ്പത്തിക ഞെരുക്കമുണ്ടാകും സ്വാഭാവികമായിട്ടും. ഈ ബജറ്റ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. ബജറ്റ് പെർഫോം ചെയ്യുമെന്നുള്ളത് ആണ് അഷുറൻസ് ഞങ്ങളുടെ. കാരണം ബഡ്ജറ്റ് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം എങ്ങനെ ചിലവാക്കും എന്നുള്ളതാണ്. ചിലവാക്കാനുള്ള പണം ഉള്ളത് വെച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞതിനേക്കാളും അല്പം കൂടി അധികം ചിലവാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൺസർവേറ്റീവായിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ചുകൂടെ കൺസർവേറ്റീവായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച ബഡ്ജറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതിനു മുമ്പത്തെ വർഷത്തെക്കാളും 12,000 കോടി രൂപ അധികം നമുക്ക് സോഴ്സ് കണ്ടെത്താനും ചിലവാക്കാനും പറ്റി. ഈ വർഷവും ആ തരത്തിലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ സപ്ലൈകോയുടെയൊക്കെ കുടിശ്ശിക വളരെ പണ്ടേ ഉള്ള കുടിശ്ശികയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ അതിന് 5-6 വർഷം മുമ്പുള്ള 1,400 കോടി രൂപയാണ്. ഇപ്പോഴെങ്ങും എടുത്തതല്ല, കൊടുത്തു തീർത്തു. സപ്ലൈകോയ്ക്ക് പലപ്പോഴും വന്ന ബാധ്യതയാണ്.
ഇപ്പോഴും വെച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ വെച്ചേക്കുന്ന തുക മാത്രമല്ല അധികം കൂടുതൽ കൊടുക്കേണ്ടി വരും. ആ പണം കൊടുക്കും, അത് അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ കൊടുത്ത ഇത്രയാണ് അധികം. മനസ്സിലായി. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്, നമ്മുടെ ഒരു കീഴ്വഴക്കമാണല്ലോ കുറച്ച് ജനക്ഷേമ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് വർഷം ബജറ്റിലുണ്ടാവാന്നുള്ളത്. ഭൂനികുതിയിൽ ഒറ്റയടിക്കുള്ള വർധനവ് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രഖ്യാപിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏതാണ്ട് 50% വർധന പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് ജനങ്ങളിലുള്ള വിശ്വാസമാണ്. കാരണം എനിക്കറിയാവുന്ന ആരോട് പറഞ്ഞാലും അവർക്ക് 10 സെൻറ്റിന് ഇപ്പോൾ 20 രൂപയായിരുന്നു ഒരു വർഷം ടാക്സ്, അത് 30 രൂപയായി എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്ന പരിചയക്കാരും നാട്ടുകാരേ ഉള്ളൂ. ഇവർ ശതമാനം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു 6-ന് 5 രൂപയായിരുന്നു 7.5 രൂപയാക്കി. ഒരു 6 എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റ്. അപ്പോൾ 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 2.6, 4.6 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 10 സെൻറ്റാണ്. 10 സെൻറ്റ് ഒരാൾക്ക് ഒരു വർഷം 10 രൂപ അധികം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണെന്നൊന്നും ഈ കേരളത്തിൽ ആരും പറയില്ല. പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കാര്യമില്ല. അതുകൊണ്ട് ഇത് വലിയൊരു വർധനയല്ല എന്നുള്ളത് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. ആകെ 300 കോടി രൂപയുള്ളൂ ഇതെല്ലാം കൂടെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കേന്ദ്ര സഹായത്തിൽ വലിയ കണ്ണു വെക്കേണ്ടതില്ല എന്ന് ബോധ്യമായിട്ടുണ്ട് സെൻട്രൽ ബജറ്റ് കഴിഞ്ഞൊരു പശ്ചാത്തലത്തിൽ. ദേശീയ ആവറേജ് കേരളത്തിനൊപ്പം എത്തുന്നത് വരെ അങ്ങോട്ട് നോക്കേണ്ടതില്ല എന്ന നിലയ്ക്കാണ് ചില പ്രതികരണങ്ങൾ പോലും ഉണ്ടായത്. തനത് വരുമാന വർധനയ്ക്ക് എന്താണ് വഴി? 19,000 കോടിയാണ് വരുമാന വർധനവ് പ്രതീക്ഷിക്കുന്നത് ബജറ്റ്. അതിനുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെ കണ്ടതുമില്ല. ധനമന്ത്രിക്ക് അതിലൊരു പ്ലാൻ ബി ഉണ്ടോ? പറഞ്ഞില്ലെങ്കിലും ബജറ്റിനകത്ത് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിച്ച് കുറേ വരുമാനം വരിക എന്നല്ലാതെ വേറെ ഒരു മാജിക്കും ഇല്ല. കാരണം നമുക്ക് മദ്യത്തിൻ്റെ നികുതി കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഇനിയും മദ്യത്തിൻ്റെ നികുതി കൂട്ടുന്ന മര്യാദയല്ല. മറ്റൊരു മേഖല പെട്രോളാണ്. നമുക്ക് അതിനകത്ത് ഒരു സാധ്യത ഇപ്പോൾ ഇല്ല, കാരണം അത്രയും സാച്ചുറേറ്റഡാണ് മേഖല. പിന്നെ ഭൂമി നികുതി ഞാൻ പറഞ്ഞ കരമല്ല, ഫെയർ വാല്യൂ ആണ് പ്രധാന. ഒരു 10,000 കോടി രൂപയൊക്കെ നമ്മൾ അതിൽ 100-600 കോടിയൊക്കെ കിട്ടാവുന്നത് ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കുമ്പോഴാണ്. ഫെയർ വാല്യൂ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പറ്റില്ല, കാരണം ലാൻഡ് ഡീലുകൾ വളരെ കുറവാണ്. റിയൽ എസ്റ്റേറ്റിനകത്ത് തകർച്ചയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ തനതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ വിഹിതം നമുക്ക് തരിക എന്നുള്ളതാണ്, അല്ലാതെ വേറെ കുറുക്കുവഴിയില്ല. പക്ഷേ അതുവരെ ഈ എക്കണോമിക് ആക്ടിവിറ്റി മാനേജ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ആകെ നമ്മൾ ചിലവാക്കുന്നതിൽ 10-30% മാത്രമേ 30-35% മാത്രമേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുള്ളൂ. മറ്റു പല സ്റ്റേറ്റും അത് 50%-അടുത്ത് കിട്ടുന്നുണ്ട്. നമുക്കത്ര കുറവാണ്. അപ്പോൾ അത് ധനകാര്യ കമ്മീഷനിൽ നല്ലപോലെ നമ്മൾ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. മാറ്റം വരും, കുറച്ചുകൂടി ന്യായമായ പണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പ്രതീക്ഷ മാത്രമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ KN ബാലഗോപാൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ബജറ്റ് സംബന്ധിച്ച് സ്വാഭാവികമായും നല്ല ഞെരുക്കമുള്ള സാമ്പത്തിക അവസ്ഥയുണ്ട്, അതിനോട് യാഥാർത്ഥ്യ ബോധം പുലർത്തുന്ന ഒരു ബജറ്റാണ് എന്ന രീതിക്കുള്ള ഒരു വിശദീകരണം ആണ് അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. ശ്രീ K ശബരിനാഥൻ അദ്ദേഹം അത് വിശദീകരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉള്ളൊരു ഗ്യാപ്പ് അതിലിടുന്നുണ്ടോ? ഇതൊരു പൊളിഞ്ഞ ബജറ്റാണോ എന്നൊരു വിമർശനം ഉന്നയിക്കാൻ പോകുന്ന തരത്തിൽ ബജറ്റിൽ പിഴവുണ്ടോ? അതിനകത്ത് നമ്മളൊരു ബഡ്ജറ്റിനെ വീക്ഷിക്കേണ്ടത്, ഒന്ന്, ഒരു വർഷത്തെ ഫിനാൻസിൻ്റെ റെസീറ്റും അതിൻ്റെ വരവ് ചെലവ് കണക്കുകളാണ്. 2, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലുള്ള പെർഫോമൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. 3, ഒരു സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം നീതി പുലർത്തുന്നുള്ള കാര്യം നോക്കണം. അതോടൊപ്പം ഏതൊക്കെ മേഖലയിലാണ് ഇവർ പണം ചിലവാക്കിയിട്ടുള്ളത്, ചിലവാക്കാത്തതെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും നിരാശാജനകമായിട്ടുള്ള ഒരു ഫെയർവെൽ ബഡ്ജറ്റായിട്ടാണ് നമുക്കിത് തോന്നിയത്. ഒന്നാമത്തെ കാരണം, നിങ്ങളിതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും റിവൈസ് എസ്റ്റിമേറ്റും നോക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള പറഞ്ഞ കുടിവെള്ളം, ലൈഫ് പദ്ധതി അടക്കം ഉള്ള പദ്ധതികളിൽ വലിയ വെട്ടിച്ചുരുക്കൊണ്ടായിട്ടിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ ഏകദേശം 24% മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. എത്രയോ ആളുകൾ വീടില്ലാതെ ബേസ്മെൻറ്റ് കൂരയൊക്കെ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വെറും 24% ലൈഫ് പദ്ധതിയിൽ ചിലവാക്കിയിട്ടുള്ളത്. ഇവിടെ കൊടുക്കാനുള്ള കുടിശ്ശിക, കാരുണ്യ പദ്ധതിയിൽ 1,500 കോടി രൂപയുടെ കുടിശ്ശിക ഇപ്പോഴുണ്ട്. ഇവിടെ സപ്ലൈകോയുടെ കുടിശ്ശികയുടെ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ KMSCL മരുന്ന് വാങ്ങിയതിൻ്റെ ഏകദേശം 700 കോടി രൂപയുടെ കുടിശ്ശിക കിട്ടാനുണ്ട്. അത് കാരണം പുതിയ മരുന്നുകൾ വരുന്നില്ല. ഈ പറഞ്ഞ കോൺട്രാക്ടർമാരും കമ്പനിക്കാരൊന്നും മരുന്ന് തരുന്നില്ല. അതേപോലെ തന്നെ കാരുണ്യ മേഖലയിലെ സ്കീമിൽ പണം കൊടുക്കാത്തത് കൊണ്ട് പല ഹോസ്പിറ്റലുകളും ആളുകൾക്ക് കാരുണ്യ സ്കീമിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഉഴപ്പുകയാണ്. എന്നു മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ട ആളുകൾ, SC ST മേഖലയിലുള്ള പദ്ധതികളിൽ വലിയ രീതിയിലുള്ള പ്ലാനിൽ വെട്ടിച്ചുരുക്കൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2023-24 കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ വെറും 20-30% മാത്രമാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ചെറുത് ഇൻക്രീസ് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നടപ്പിലാക്കാനുള്ള സംവിധാനം സർക്കാരിനില്ല. സർക്കാർ തന്നെ പറയുന്നു വലിയൊരു
നമ്മൾ ഓരോ ആളുകൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലാണ്. ഈ കിഫ്ബി പദ്ധതിയുടെ ഈ പറഞ്ഞ ലീനൂടെ വരുമ്പോഴേക്കും അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ദിശാബോധം ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഞെരുക്കങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തു വരും, എന്താണ് സൊല്യൂഷൻ എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണം ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. ഇത് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് മുന്നിൽ വന്നു. അതൊരു കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് വളരെ നിരാശാജനകമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം മുന്നോട്ട് പോകാനുള്ള ഒരു ഔട്ട് ഓഫ് ദി ബോക്സ്. അദ്ദേഹം പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പറയുന്ന പാവപ്പെട്ട ലൈഫിന് വേണ്ടി വീട് കാത്തിരിക്കുന്ന ആളുകളുടെ വീട് കെട്ടാതിരിക്കുന്നതും ആശുപത്രിക്കുള്ള പണം കൊടുക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെൽകർഷകർ അടക്കമുള്ള ആളുകൾക്ക് കുടിശ്ശിക കൊടുക്കാതിരിക്കുന്നതുമാണ് പ്ലാൻ ബി എന്ന് മന്ത്രി തന്നെ ഇപ്പോൾ സമ്മതിച്ചതാണ്. അതുകൊണ്ട് ഒരു കാഴ്ചപ്പാടിൻ്റെ കുറവ് ഈ ബഡ്ജറ്റിലുണ്ട്, ഈ കാശിൻ്റെ കുറവ് ഈ ബഡ്ജറ്റിലുണ്ട്. അതോടൊപ്പം എങ്ങനെ മുന്നോട്ട് ഇനിയും നികുതി പിരിവിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി എനിക്ക് യോജിക്കാൻ കഴിയുകയില്ല. എത്രയോ നികുതിയുടെ പിരിവിൻ്റെ വർധന വരുത്തുന്ന മേഖലകളുണ്ട്. നമ്മൾ ആക്ച്വലി ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് നികുതി പിരിവ് കുറയുന്ന പല മേഖലകളുമുണ്ട്, പല സെക്ടറുകളുമുണ്ട്. അതിലേക്കൊരു എന്നാൽ ഈ വർഷം നമുക്ക് നികുതി പിരിവ് കൂട്ടണം, എന്നാൽ മാത്രമേ തനത് വരുമാനം കൊടുത്തുള്ളൂ എന്നുള്ള ഒരു ക്യാമ്പയിനായി, വളരെ അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിനായിട്ട് എന്തുകൊണ്ട് സർക്കാർ പോകുന്നില്ല? അത് ഞാൻ ഉദ്ദേശിക്കുന്ന പാവപ്പെട്ട ആളുകളല്ല. പാവപ്പെട്ടവൻ്റെ ബിൽഡിംഗ് ടാക്സും ഈ പറഞ്ഞ 50% കെട്ടിട നികുതി കൂട്ടിയ കാര്യമല്ല. അല്ലാതുള്ള ആളുകളുടെ നികുതി പല വിഷയങ്ങളിലും ഒക്കെ കൂട്ടേണ്ടത് അതിനുള്ളൊരു അഗ്രഷൻ കാണുന്നില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിലെ ഒരു വാദമായിരുന്നു എല്ലാ വർഷവും 100 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടും എന്നുള്ളത്. 2026 ആകുമ്പോൾ 2100 രൂപ ആകേണ്ട പെൻഷൻ ഇപ്പോഴും 1200 കിടക്കുകയാണ് എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എനിക്ക് വിഷമം തോന്നുന്നു. അദ്ദേഹത്തെ പോലൊരാൾ കുടിശ്ശിക ക്ലിയർ ചെയ്യാൻ 60 കോടി രൂപ കൊടുക്കുന്നത് വലിയ കാര്യം ആണെന്ന് പറയുന്നത്, ഇതൊക്കെ കുടിശ്ശികയാണ്. നിങ്ങൾ 3 മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിൽ 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കുകയാണ്. എൻ്റെ പണമില്ലെങ്കിലും ഞാൻ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കുകയാണ്, വലിയ കാര്യമാണോ? കഴിഞ്ഞ വർഷത്തെ കിടക്കുന്ന കുടിശ്ശികകൾ കൊടുക്കുന്ന കാര്യം, പിന്നെ സപ്ലൈകോയുടെ 1500 കോടി രൂപയുടെ കുടിശ്ശികയൊക്കെ പഴയതാണെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റി ആണല്ലോ സർക്കാർ. പഴയ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തത്. ഞാൻ വിചാരിച്ചു അദ്ദേഹം പഴയതാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഏറെക്കാലമായിട്ടുള്ള UDF അദ്ദേഹം 5-6 വർഷം എന്നാണ് പറഞ്ഞത്. നമുക്കത് ചോദിക്കുകയും ചെയ്യാം. ശ്രീ ജേക്സി തോമസ്, സ്വാഭാവികമായൊരു പ്രതീക്ഷ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ബജറ്റ് വരുമ്പോഴുണ്ടാകുന്ന ചില ചർച്ചകളും പ്രതികരണം തേടലും ഒക്കെ ഉണ്ടല്ലോ. സ്വാഭാവികമാണ്, എവിടെ നിന്ന് എടുത്തു കൊടുക്കും കേന്ദ്രം ഇങ്ങനെ എന്ന് ധനമന്ത്രി തന്നെ ചോദിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമായി തന്നെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും നേരത്തെ ശ്രീ സഭനാഥൻ പറഞ്ഞതുപോലെ ഇത് പ്രകടന പത്രികയിലുള്ള വാഗ്ദാനമാണ്. നമ്മൾ സെസ് അടക്കം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. അപ്പോൾ അതിലൊരു വാഗ്ദാന ലംഘനത്തിന്റെ ഘടകമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ തൊട്ടു മുമ്പ് ചില കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് എത്താമെന്നാണ് ഞാൻ കരുതുന്നത്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വിശദീകരിക്കുന്നത് കണ്ടു. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. 2025 ആണ്ടിൽ, അതായത് ഈ ഗവൺമെന്റിന്റെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പൂർണ്ണ ബഡ്ജറ്റ് എന്ന് പലരാലും വിശേഷിപ്പിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് പ്രതിപക്ഷത്താലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അതോടൊപ്പം ബഡ്ജറ്റ് അലോക്കേഷനിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ എത്രയൊക്കെ പൂർത്തിയായി എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുകയാണ്. നിറഞ്ഞ സന്തോഷത്തോടുകൂടെ ഞാനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കും. കാരണം ഇന്നേക്കോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ 2016 ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 600 വാഗ്ദാനങ്ങളായിരുന്നു. അച്ചടിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞങ്ങൾ പൂർത്തീകരിച്ച 589 വാഗ്ദാനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വർഷാവർഷം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് അതിന്റെ അഭിമാനകരമായ തുടർച്ച ജനങ്ങൾ കൈപിടിച്ച് ആനയിച്ചത്. ഈ സർക്കാർ പഴയ മാതൃകയാണ് തുടരുന്നത്. നിങ്ങളുടെ ഗവൺമെന്റുകളുടെ കാലയളവിലെ പോലെ പ്രഖ്യാപനം ഒരു വഴിയിൽ കിടക്കുകയും നടപ്പിലാക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ മാത്രമാവുകയും ചെയ്യുകയും ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് അല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന നമ്മുടെ സർക്കാർ. ഈ വർഷവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അതിലൂടെ ഞങ്ങൾക്ക് ഈ പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ പൂർത്തീകരിക്കാനും തുടങ്ങി വെക്കാനും ഗംഭീരമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുള്ള പദ്ധതികൾ എത്ര എല്ലാ വർഷവും ഞങ്ങളത് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുകയല്ല. 2025 ആണ്ടിലെ ഈ ബജറ്റിന്റെ പ്രത്യേകത എന്താണ്? ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഏത് കാലയളവിലും അഭിമാനത്തോടു കൂടെ കോൺഗ്രസ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന
മലയാള കഥാലോകത്തിന്റെ കുലപതിയാണല്ലോ ടി പത്മനാഭൻ. ടി പത്മനാഭൻ എന്താണ് യൂണിയൻ ഗവൺമെന്റിന്റെ ബജറ്റിന്റെ പിറ്റേ ദിവസം പറഞ്ഞത്? ഈ ബജറ്റ് പ്രഖ്യാപനം കേട്ടപ്പോൾ, കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ എൻ്റെ നാട്, അതായത് നമ്മുടെ എല്ലാവരുടെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മാതൃഭൂമി ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ പ്രതികരണത്തിന്റെ ചുവട്ടിലാണ് ഇന്നത്തെ കേരളത്തിന്റെ ബജറ്റ് പ്രസക്തമാകുന്നത്. ഹ്രസ്വകാല ക്ഷേമ പദ്ധതികളെ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് നയിക്കുകയും ദീർഘകാല വികസന പദ്ധതികളെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നിർവചനം. ഇതിൽ കാണേണ്ടത് എന്താണ്? കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതാണോ ഇത്ര വലിയ കാര്യം? ലൈഫ് പദ്ധതികളുടെ വീട് പണി പൂർത്തീകരിക്കാനാകാതെ കിടക്കുകയല്ലേ എന്നൊക്കെയാണ് ചോദ്യം. അങ്ങ് നിർബന്ധമായി മനസ്സിലാക്കേണ്ടത്, പ്രേക്ഷകർ നിർബന്ധമായും ഓർമ്മിച്ചിരിക്കേണ്ടത്, അൺസ്റ്റാർഡ് ചോദ്യം 3206. ചോദ്യകർത്താവ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രി സ്വാഭാവികമായും കോൺഗ്രസ് നേതാവിന് അറിയാമല്ലോ ആരായിരുന്നു 2016 ഫെബ്രുവരി മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി. പ്രതിപക്ഷ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നിർമ്മാണം തുടങ്ങിവെച്ചതും പൂർത്തീകരിച്ചതുമായ ആകെ വീടുകളുടെ എണ്ണം എത്രയെന്ന് നിങ്ങൾക്ക് സൂചിപ്പിക്കാമോ എന്നുള്ളതാണ്. നിയമസഭാ രേഖയിൽ, ഞാൻ നിയമസഭാ രേഖ ഇപ്പോൾ തന്നെ ആങ്കർക്ക് അയച്ചു തരാം. നിയമസഭാ രേഖയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന്റെ മറുപടിയായി കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പറയുന്നത് 5 വർഷത്തിന് ഇടയിൽ വിവിധ പദ്ധതികളിലായി, അതായത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അടക്കം നിർമ്മിച്ചിട്ടുള്ള വിവിധ പദ്ധതികളുടെ വീടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് കേവലം 3779. നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതികളുടെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി ഇല്ലാതായി അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞ ലൈഫ് മിഷൻ വഴി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ പൂർത്തീകരിച്ച അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് വീടില്ലാത്തവരെ മാറ്റിയ കുടുംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4,27,736. ജനങ്ങൾ വിലയിരുത്തട്ടെ. വാക്കായിരുന്നത് ആരുടെ കാലത്താണ്? വാക്ക് പ്രവൃത്തിയായി മാറിയത് ആരുടെ കാലത്താണ്? PWD റോഡുകൾ ആകെ 29,972 കിലോമീറ്ററാണ് കേരളത്തിലുള്ളത്. ആ PWD റോഡുകൾക്കകത്ത് 17,000 കിലോമീറ്റർ റോഡുകൾ ഇതിനോടകം BNBC നിലവാരത്തിൽ ടാർ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. 100 പാലങ്ങൾ നിർമ്മിക്കാമെന്നുള്ളതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്തത്. ഇതിനോടകം ഞാൻ മറ്റതിലേക്ക് പോകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇനിയിപ്പോ അങ്ങ് അടുത്ത ഘട്ടത്തിൽ അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ജെക്സി തോമസ്, ശ്രീ നാരായണ നമ്പൂതിരി, ഇന്നിപ്പോ BJP സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം വിളിച്ച ആദ്യത്തെ ഞാൻ വരാം ശ്രീ ജെക്സി തോമസ്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇതൊരു മൈതാന പ്രസംഗം പോലെയാണ് എന്നുള്ളതാണ്. ശ്രീ ജെക്സി തോമസ് പറഞ്ഞത് അങ്ങ് കേട്ട് കാണുമല്ലോ. ശത്രു രാജ്യത്തോടുള്ള സമീപനം പോലെയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്, നമുക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടുന്നില്ല എന്ന നിലയ്ക്കുള്ള വിമർശനം കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം നിർഭാഗ്യകരം, ദൗർഭാഗ്യകരം, നിരാശാജനകം എന്ന് വിശേഷിപ്പിച്ച ഒരു കേന്ദ്ര ബജറ്റിന് ശേഷം ഇങ്ങനെ ഒരു മൈതാന പ്രസംഗം എന്ന് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ളൊരു ഗ്രൗണ്ട് BJPക്ക് ഉണ്ട് എന്നങ്ങ് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ? മാധു, ജയ്ക്ക് ബഹുമാന്യനായ ടി പത്മനാഭൻ്റെ വാക്കുകളാണ് എടുത്തു പ്രയോഗിച്ചത്. ടി പത്മനാഭന് ഇന്നും മനസ്സിലായി കാണും ഈ കേരളം ഇന്ത്യയിൽ തന്നെയാണ് ഇന്നത്തെ ബജറ്റ് പ്രസംഗങ്ങൾ കേട്ടപ്പോൾ. കാരണം ഈ ബജറ്റിൽ കേന്ദ്ര ബജറ്റിൻ്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികളുടെ അവതരണം മാത്രമാണ് കാര്യമായി നടന്നത്. ദേശീയ പാത, റിംഗ് റോഡുകൾ, നമ്മുടെ തീരദേശ പരിപാലനം, മത്സ്യസമ്പദ യോജന ഉൾപ്പെടെയുള്ള ജില്ലാ ആശുപത്രികളിലെ ക്യാൻസർ കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് തന്നെ ഈ ബാലഗോപാലൻ്റെ ഈ ബജറ്റോടുകൂടി ആ വാദം തന്നെ പൊളിയുകയാണ്. കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനമാണ്. ഇപ്പോൾ പത്മനാഭനും ജയിക്കിനും ഒക്കെ മനസ്സിലായി കാണും ഇതിപ്പോൾ ഈ കേരളം കേന്ദ്രത്തിൻ്റെ തന്നെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാണെന്നും കേന്ദ്രത്തിൻ്റെ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നതും. അതവിടെ നിൽക്കട്ടെ. ബാലഗോപാൽ സാറും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞ് ആഴത്തിൽ വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഞാൻ പലവട്ടം ആഴത്തിൽ വായിക്കാൻ ശ്രമിച്ചു. ഈ ജയിക്കിൻ്റെ അത്രയൊക്കെ ഐക്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആഴത്തിൽ വായിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഈ ബജറ്റിൽ ഒരു ലക്ഷ്യമുള്ളതായിട്ടോ ഒരു എന്താ പറയേണ്ട ഒരു ഫോക്കസ് പോയിൻ്റ് ഉള്ളതായിട്ടോ എനിക്ക് തോന്നിയില്ല. ഏതിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? എന്താണ് ഈ ബജറ്റ് കൊണ്ട് കേരളത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? കുറേ പദ്ധതികൾക്ക് 1 കോടി 5 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് പദ്ധതികൾ പറയുന്നു. കഴിഞ്ഞ തവണ ഇപ്പോൾ ശബരിനാഥ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ ബജറ്റിലെ മൂലധന നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ചെലവഴിച്ചിരിക്കുന്നത്? അപ്പോൾ പ്രഖ്യാപനങ്ങൾ ഒരു ഭാഗത്തും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ
വളരെ പുവർ പെർഫോമൻസും വരുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. കേന്ദ്രത്തിനെ എല്ലാ ബജറ്റിലും കേന്ദ്രം അവഗണിക്കുന്നു, ഇതൊക്കെ പറയാം. പക്ഷെ കേന്ദ്ര പദ്ധതികളല്ലാതെ ഇപ്പോൾ മത്സ്യസമ്പദ യോജന, ദേശീയപാത 2026 ദേശീയപാത പൂർണ്ണമാകും. 6 വരി കാസർഗോഡ് MLAക്ക് 6 വരി പാതയിലൂടെ തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ എത്താൻ പറ്റും. ആരാണ് ഇതുണ്ടാക്കുന്നത്? ആരാണ് ആ പാത നിർമ്മിച്ചിരിക്കുന്നത്? ഗ്രീൻഫീൽഡ് പാത ആരാണ് അതിൽ മുതൽ മുടക്കുന്നത്? ഇപ്പം ഇതല്ലാതെ എന്താണ് കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? 23,000 കോടി രൂപയുടെ നികുതി പിരിക്കുന്നതിൽ KSRTCയുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉൾപ്പെടെ 28,000 കോടി രൂപ നികുതി പിരിവിൽ വേണ്ടത്ര അവധാനത പുലർത്തിയില്ല എന്ന് C&AG റിപ്പോർട്ടുണ്ട്. എന്താണ് ഈ നികുതി പിരിവ് കാര്യക്ഷമമാക്കാൻ എന്ത് പദ്ധതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്? കേരളത്തിൽ ഈ കേരളത്തിൽ വ്യാവസായിക വികസനം പറയുന്നുണ്ട്, വ്യാവസായിക വികസനം എന്നൊക്കെ. ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, അതോ ധനകാര്യമന്ത്രി പറയുന്നതാണോ എന്ന് പറയുന്നത് ഈ മുതലാളിത്ത നീരാളിപ്പിടുത്തം കൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ് എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. പാർട്ടിയുടെ നിലപാട് അതാണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബജറ്റാണ് ഇത് നടപ്പിലാക്കാനാണോ? അപ്പോൾ ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഇത് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ശരി, ഇതൊരു കവലപ്രസംഗം പോലെ, ഒരു മൈതാന പ്രസംഗം പോലെ 2.5 മണിക്കൂർ വായിച്ചു എന്നുള്ളതല്ല. സത്യത്തിൽ നമ്മുടെ സ്പീക്കറാണെന്ന് തോന്നുന്നു. ഒറ്റ സെക്കൻഡ്, ഒറ്റ വാക്കും കൂടെ നിർത്തുക. സ്പീക്കറാണ്, ബഹുമാനപ്പെട്ട സ്പീക്കറാണെന്ന് തോന്നുന്നു. ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു, സ്പീഡ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഈ പൊള്ളയായ ഈ വാഗ്ദാനങ്ങൾ ഇങ്ങനെ കേട്ടു മടുത്തത് കൊണ്ടായിരിക്കും സ്പീക്കർ പോലും ഒന്ന് കുറയ്ക്കൂ, സമയം കഴിയുന്നു, സമയം പോകുന്നു എന്ന് പറഞ്ഞത്. 2.5 മണിക്കൂർ പ്രസംഗിച്ചു എന്നുള്ളതല്ലാതെ എന്താ ഭൂമി നികുതി കൂട്ടി. ഭൂനികുതി ശരിയാണ്, 50%, 10 രൂപ കൊടുത്ത് 15 രൂപയാകുന്നു, ശരിയാണ്. ഈ കോടതി സമയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നത് അത് അങ്ങേക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. അത് അങ്ങനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതാണ് അതിന്റെ മാന്യതയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒരു ധനമന്ത്രി നടത്തുന്നത് കൊണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ കെ ശബരിനാഥൻ, ലൈഫ് പദ്ധതിയിൽ നോക്കൂ, 4.25 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ച ഒരു സർക്കാർ. ഇത്തവണയും ലക്ഷക്കണക്കിന് രൂപ അതിൽ നീക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 10 പദ്ധതികളിൽ ഒന്നായി തന്നെ അത് പറയുന്നുണ്ട്. ലൈഫ് മിഷന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിൽ 1 ലക്ഷം വ്യക്തിഗത ഭവനങ്ങൾ. 4.25 ലക്ഷം എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും 5.25 ലക്ഷം വീടുകളായി ഉയർത്തും എന്ന് പറയുന്ന ഒരു സർക്കാരാണ്. അതിൽ 4.25 ലക്ഷത്തിന്റെ കണക്ക് കൃത്യമായി പറയുന്ന ഒരു സർക്കാരാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നത് പ്രതിപക്ഷം പറയുന്നത്. അല്ല, ആദ്യമായി എൻ്റെ സുഹൃത്ത്, ഞാൻ പിന്നെ CPM-കാരെ പോലെ ഇടതുപക്ഷം പേര് തന്നെ പറയാം, ജയിക്കിനോട് പറയാനുള്ളൊരു കാര്യം, ഒരു മലയാള സിനിമയെ മോഹൻലാൽ പറയുന്നത് എന്താടോ നന്നാവാത്തെന്നുള്ളത്. ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് CPM പറയുന്നൊരു ക്യാപ്സ്യൂളാണ്. ഇനി ഞാൻ പറയുന്ന കണക്കുകൾ ശ്രീ ജയിക്ക് കേൾക്കണം. ജയിക്ക് തന്നെ പറ, ഏതെങ്കിലും ഒരു സർക്കാർ 3000 വീട് മാത്രമാണ് 5 വർഷം കൊണ്ട് വെക്കുന്നത്? ഇവിടെ നിങ്ങളുടെ സർക്കാരിനോട് ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞ കണക്കുകൾ പ്രകാരം UDF ഭരണകാലത്ത് 2011-16 കാലഘട്ടത്തിൽ 4,14,552 വീടുകൾ UDF സർക്കാരിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് പക്ഷേ ലൈഫ് എന്നുള്ള ഒറ്റ പദ്ധതിയുടെ പേരല്ലായിരുന്നു. അന്ന് SC വകുപ്പിൻ്റെ പദ്ധതിയുണ്ട്, ST വകുപ്പിൻ്റെ പദ്ധതിയുണ്ട്, ട്രൈബൽ മേഖലയിലെ പദ്ധതിയുണ്ട്, ഫിഷറീസിൻ്റെ പദ്ധതിയുണ്ട്, പല സ്കീമുകളുണ്ട്. അതിന് രേഖയുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റേ ചെറുതെ പോലെ കൈരേഖ എന്തായാലും ഞാൻ കാണിക്കത്തില്ല. നിയമസഭാരേഖയോടൊപ്പം തന്നെ ഇവിടെ ഇടതുപക്ഷ സർക്കാർ കൊടുത്ത RTI രേഖ ഉൾപ്പെടെ ഇത് ചർച്ച ചെയ്ത് കാണിക്കും. 4,14,000 വീടുകൾ കൊടുത്തതിന്റെ കണക്കടക്കമുള്ളത് ഇവരുടെ സർക്കാർ 2019 കൊടുത്ത മറുപടി എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ലൈഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മാധവ് ഒന്നും വേണ്ട, ഓഫീസിൽ വിട്ടൊന്ന് പോയി ആൾക്കാരോട് ചോദിച്ചു നോക്കൂ. ഇവിടെ ആയിരക്കണക്കിന്, കഴിഞ്ഞ ആഴ്ച അരുവിക്കര പഞ്ചായത്തിൽ CPM ഭരിക്കുന്ന പഞ്ചായത്താണ്, അവിടെ ഭിന്നശേഷിക്കാരനായിട്ടൊരാൾ അയാൾക്ക് വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് അയാളുടെ വീടിൻ്റെ ബേസ്മെൻറ്റും എല്ലാം പൊളിച്ച് അദ്ദേഹം വീട് കിട്ടാത്തത് കൊണ്ട് ആ പഞ്ചായത്ത് പഠിക്കൽ വന്ന് സമരം ചെയ്തു. അവസാനം പാർട്ടിക്കാരെല്ലാം വന്ന് അദ്ദേഹത്തെ തൂക്കിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി ആ വീട് അവിടെ വീണ്ടും സമരം തുടർന്നു. ഇവിടെ ലൈഫ് പദ്ധതിയിൽ 500 കോടി രൂപയുടെ ലൈഫ് പദ്ധതിയുടെ പറഞ്ഞിട്ട് ഇവിടെ എക്സ്പെൻഡിച്ചർ 24% ആണ്. ഇനി ഞാൻ ജയിക്കിന് വേണമെങ്കിൽ മാധുവിനും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇവരുടെ സർക്കാർ ഡോക്യുമെൻ്റ് പറയുന്നതാണ്, ടോട്ടൽ ഹൗസിംഗ് സ്കീം റൂറൽ ലൈഫ് പാർപ്പിട മിഷൻ സ്കീം ഹെഡ് ഓഫ് അക്കൗണ്ട് വേണമെങ്കിൽ ജയിക്കിനോട് പറയാം. ഹെഡ് ഓഫ് അക്കൗണ്ട് CDT 107 XXVI 36/4515/00/102/49 കാറ്റഗറി 100% സ്റ്റേറ്റ് സ്കീം. നമ്പർ ഓഫ് സ്കീം കോമ്പണൻസ്, ഫിനാൻഷ്യൽ പ്രോഗ്രസ് ഇൻ പെർസെൻറ്റേജ് 24.16%.
വെറും 24.16% ലൈഫ് പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കി ഇവിടെ വീട് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. ജയിക്കൊന്നും വേണ്ട. നിങ്ങളുടെ പഞ്ചായത്ത് ജയിക്കിൻ്റെ പഞ്ചായത്തിലുണ്ടല്ലോ, പുതുപ്പള്ളിയിലാണല്ലോ, ജയിക്കിൻ്റെ പഞ്ചായത്തിലുള്ള നിങ്ങളുടെ പഞ്ചായത്തിലെ CP മെമ്പറെ വിളിക്കുക, അല്ലെങ്കിൽ ജയിക്കിൻ്റെ പഞ്ചായത്തിലെ മെമ്പറെ വിളിച്ചിട്ട് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്ര വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ജയിക്കൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ കണക്ക് പറഞ്ഞുതരാം. ഏറ്റവും അഭിമാനകരമായ പദ്ധതി, മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് വലിയ പിന്തുണ നൽകുന്ന പദ്ധതി ലൈഫ്. അവിടെയാണ് 1/4 മാത്രം പ്ലാൻ ഫണ്ട് വിനിയോഗം എന്ന ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണമല്ല, കണക്കാ. ജയിക്കിൻ്റെ തന്നെ സൈറ്റിന് ഞാൻ വേണമെങ്കിൽ ജയിക്കിന് ഞാൻ മാധുവിനുള്ള ജയിക്കിന് ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ മണർകാട് പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ എത്ര വീട് കൊടുത്തു അന്വേഷിച്ച് നോക്ക്. വളരെ കുറവാണ്. ഇതൊരു ഇഷ്യൂ ആണെന്ന് ഇടതുപക്ഷ MLA മാർ, ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ 11,000 കോടി രൂപ ഇപ്പോഴും വിനിയോഗിക്കുമ്പോൾ ഈ നിലയ്ക്കാണോ അതിന്റെ ഗതി എന്നുള്ളതാണ് ചോദിക്കുന്നത്. 24% ചെലവാക്കിയിട്ടാണ് ലൈഫ് പദ്ധതി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത്. ലൈഫ്, കാരുണ്യം, കുടിവെള്ളം, ജൽജീവൻ. ഇവിടെ ഞാൻ പറയാം, ചെറിയ വർക്കെടുത്ത പഞ്ചായത്തിന്റെ ചെറിയ ടാർ ചെയ്ത വർക്കെടുത്ത ജലജീവൻ മിഷന്റെ പൈപ്പ് ഇട്ട വർക്കെടുത്ത കോൺട്രാക്ടർമാർക്ക് 2 ലക്ഷം രൂപ ബില്ല് കൊടുക്കാതെ കറങ്ങി നടക്കുന്നത് എങ്ങനെ വർക്ക് നടക്കും? സമയം തീർച്ചയായിട്ടും. അതായത് BJP നേതാവിന്റെ ചില കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള അവസരം അങ്ങനെക്ക് നൽകണം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് എന്തായാലും ലൈഫിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ബഹുമാനീയനായ പ്രതിനിധി പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ എന്തിനോ ആവട്ടെ, എനിക്കതിൽ വിരോധമില്ല. അദ്ദേഹം പറഞ്ഞത് കൈരേഖ നോക്കി മാത്രം പ്രസംഗിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ, അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാനെന്ന നിലയിലാണ്. ഞാൻ സംസാരിച്ച് ഏതാണ്ട് 1 മിനിറ്റ് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങയുടെ പാർട്ടിയുടെ മുൻ നേതാവും നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി 2016 ആണ്ട് ഫെബ്രുവരി മാസം 24-ാം തീയതി അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3204, അതായത് 3204, ആ ചോദ്യത്തിന് നൽകിയ മറുപടി, ആ മറുപടി ആങ്കറുടെ ഫോണിൽ ഡെലിവേർഡ് ആയിട്ട് ഇപ്പൊ കിടക്കുന്നുണ്ട്. കൈരേഖ നോക്കി പ്രസംഗിക്കുന്നത് ഞാനാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ ആക്ഷേപിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മാതൃഭൂമിയുടെ ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ്, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്ര പേർക്ക്, അങ്ങ് പറഞ്ഞതുപോലെ ഈ പദ്ധതിയിൽ എന്ന് വേർതിരിച്ചല്ല, എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന് മറുപടി ഞാൻ പറയാം. മാധു, അതിന് ആ പേപ്പർ എനിക്ക് കിട്ടി. JK 1 മിനിറ്റ് കൊടുത്തു. ഞാൻ കാര്യം ചെയ്യാം. ആ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാം. ആ പോയിന്റ് പറയുന്നത് എന്നറിയോ? അങ്ങനെ ഓരോ പോയിന്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടല്ലോ ഈ ചർച്ച മുമ്പോട്ടേക്ക് പോയത്. അപ്പൊ ഈ പോയിന്റ് പറയും ഞാൻ. അപ്പൊ കണ്ടസ്റ്റ് ചെയ്യണം. പറഞ്ഞോ, സ്റ്റാർട്ട്. അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറഞ്ഞു, ഞാൻ എനിക്ക് ചോദിക്കാൻ അങ്ങ് കൈരേഖ വെച്ച് പ്രസംഗിക്കുന്ന ആളുകളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ അന്നേരം പറയാലോ, ഈ പോയിന്റിന് എനിക്ക് മറുപടിയുണ്ട്. ആങ്കറിന്റെ കയ്യിൽ 3204 അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ചോദ്യം നമ്പർ, ഡേറ്റ് 24/2/2016, ചോദ്യകർത്താവ് പ്രതിപക്ഷ ഉപനേതാവ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, ഉത്തരം പറഞ്ഞത് അന്നത്തെ കേരളത്തിന്റെ കോൺഗ്രസ് നേതാവായിരുന്ന മുഖ്യമന്ത്രി. ഇതെനിക്ക് പറയാമായിരുന്നല്ലോ. അപ്പോൾ എന്റെ അവസരത്തിൽ എനിക്കത് ബ്രീഫ് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം കിട്ടുമെന്നത് കൊണ്ട് ഞാൻ ക്ഷമയോടുകൂടി ഇരുന്നത്. അപ്പോൾ ഇതാണ് അങ്ങ് കൈരേഖ നോക്കി പ്രസംഗിക്കുന്ന ആളുകളെന്ന അങ്ങയുടെ പ്രതികരണത്തിന് എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്. ആ നിയമസഭാ രേഖ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. ചോദ്യത്തിന്റെ ക്രമനമ്പരും അതോടൊപ്പം ചോദ്യകർത്താവും ചോദ്യത്തിന്റെ തീയതിയും അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിവിധ പദ്ധതികളുണ്ട്. MN സ്മാരക പദ്ധതിയുണ്ട്, ലക്ഷം വീട് പദ്ധതിയുണ്ട്, സുരക്ഷാ ഭവന പദ്ധതിയുണ്ട്. ഈ ഭവന പദ്ധതികളുടെ ആകെ നടത്തിയിട്ടുള്ളത് വീടുകളുടെ പൂർത്തീകരണത്തെ സംബന്ധിച്ചുള്ള എണ്ണമാണ് 5ാം വർഷം UDF ഗവൺമെന്റിന്റെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഫെബ്രുവരിയിൽ നൽകിയിട്ടുള്ളത്. ഇരിക്കട്ടെ, ഇനി ഈ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് അദ്ദേഹം ചോദിക്കുന്നു, എന്റെ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ നാട്ടിൽ എത്ര വീട് പൂർത്തീകരിച്ചു എന്നുള്ളത്. ഞാൻ ഇന്നുകൂടെ കണക്കെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഏതാണ്ട് 128 ലൈഫ് പദ്ധതിയിൽ എന്റെ ഓർമ്മ ശരിയെങ്കിൽ ലഭിച്ച അപേക്ഷ. വരുന്ന മാസം 2 വീടിന്റെയും കൂടെ പൂർത്തീകരണം നടക്കുന്നതോടുകൂടെ 128-ൽ 124 വീടുകളും പൂർത്തീകരിച്ച് അതിൽ 4 പേർ മറ്റു മാർഗങ്ങളോട് വീട് സംഘടിപ്പിച്ചപ്പോൾ ലഭിച്ച അപേക്ഷയുടെ 100% പണി പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തായി ആ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി CPIM അധികാരത്തിൽ വന്ന ഈ 5 വർഷം ഞങ്ങളത് മാറ്റി തീർത്തിട്ടുണ്ട്. അങ്ങേക്ക് കോൺഗ്രസ്സുകാർ സുലഭമായുള്ള നാടാണല്ലോ ഞങ്ങളുടെ നാട്. അങ്ങേക്ക് ഏത് കോൺഗ്രസ്സുകാരനെയും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരിൽ 2 പേർ ഇപ്പോഴും കോൺഗ്രസ് ആണ്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് അങ്ങ് വസ്തുതാപൂർണമായി കണക്കെടുക്കുക. മണർകാട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷനിൽ എത്ര ഭവനരഹിതർ അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് മാറി എന്നുള്ള കണക്ക് അങ്ങേക്ക് കിട്ടും. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ ചേർത്ത് സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ എക്കണോമിക് പേപ്പറിനെ സംബന്ധിച്ച് അങ്ങ് വിശദീകരിച്ചില്ലല്ലോ. എന്താ ഉണ്ടായത്? കേരളത്തിന്റെ കടം കൂടിയോ കുറഞ്ഞോ
ഈ സാമ്പത്തിക യുദ്ധം കേരളത്തിന് മേൽ നയിക്കപ്പെട്ടിട്ട് 38% ഉണ്ടായിരുന്ന കേരളത്തിന്റെ കടം എത്രയായി? അതായത് 34% ചുവട്ടിലേക്ക് കൂപ്പുകുത്തി കേരളത്തിന്റെ കടത്തോത് കുറഞ്ഞു. അതായത് യൂണിയൻ ഗവൺമെന്റിന്റെ എക്കണോമിക് പേപ്പർ പ്രകാരം ഇപ്പോൾ ടോട്ടൽ സ്റ്റാൻഡിംഗ് ലയബിലിറ്റി വേഴ്സസ് ദ GDP ആണല്ലോ. അതായത് വരുമാനത്തിന് ആനുപാതികമായ കടത്തെ വെച്ചാണല്ലോ പരിശോധിക്കുന്നത്. അങ്ങനെയാണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നതെന്നും യൂണിയൻ ഗവൺമെന്റ് പറയുന്നു. ആ വരുമാനത്തിന് ആനുപാതികമായ കടം 38 ഉണ്ടായിരുന്ന ഒരു വേള കേരളത്തിന് അതിപ്പോൾ 33ലേക്ക് വന്നു. ഒറ്റക്കാരിയുടെ BJP നേതാവ് പ്രസംഗിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായി പറഞ്ഞത്? ടി പത്മനാഭനെ ഒരല്പം ആക്ഷേപസ്വരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ വിനിമയ ഭാഷ ഇരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതൊക്കെ ദേശീയപാതയൊക്കെ ആരുടെ പദ്ധതിയാണ്? ഞങ്ങളുടെ പദ്ധതിയാണ്. ഞങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അങ്ങ് കോട്ട് ചെയ്ത അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് 2016 ആണ്ട് മെയ് മാസം 1-ാം തീയതി 1-ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ 2 വരി കുറിച്ചിട്ടു. അത് പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുക. എന്തായിരുന്നു കുറിപ്പെന്നറിയുമോ? BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും എടമൺ കൊച്ചി പവർ ഹൈവേയും ഇത്തരം പദ്ധതികൾ കേരളത്തിൽ RSSന്റെ സഹജവർഗീയത ഓർത്തുകൊണ്ട് പറഞ്ഞു, മുസ്ലിം തീവ്രവാദികളെ പിണക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ കേരളത്തിൽ പിണറായി വിജയനെ നട്ടലുള്ള മനുഷ്യനായി അംഗീകരിക്കേണ്ടതായി വരും. 2025 ഞങ്ങളുടെ കേരളത്തിന്റെ നമ്മുടെ 6000 കോടി മുടക്കി ദേശീയപാത പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ഗെയിൽ പദ്ധതിയിൽ കൊച്ചിയിലെ എറണാകുളത്തെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പൈപ്പിലൂടെ ഗ്യാസ് വരുന്നു. ഇടമൺ കൊച്ചി പവർ ഹൈവേ 2020 കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ 9 വർഷമായി പവർ കട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം മാറി. അങ്ങ് പറ, ആരെ അംഗീകരിക്കേണ്ടത്? ഏത് നേതാവിനെ, ഏത് രാഷ്ട്രീയത്തെ അംഗീകരിക്കേണ്ടത്? ഇതിനോടകം കേരളം നടന്നു തീർത്ത മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ശരി, പെട്ടെന്ന് ഞാൻ പറയാം. ഉമ്മൻചാണ്ടി സാറിനൊന്നും ജയിക്കിന് വലിയ താല്പര്യമില്ല. ഞാൻ KT ജലീൽ എന്നുള്ള മന്ത്രിയെ JK കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സ്റ്റാർ നമ്പർ പറഞ്ഞുകൊണ്ട് ഇതാ പിടിച്ചോ. 16/5/2017 നക്ഷത്ര ചിഹ്നം വിടാത്ത ചോദ്യം 4003. ശ്രീമതി ഐഷ പോറ്റി, കൊട്ടാരക്കര MLA, KV അബ്ദുൽ ഖാദർ, ഗുരുവായൂർ MLA, PV അൻവർ, നിലമ്പൂർ MLA, V ജോയ്, വർക്കല MLA, നിങ്ങളുടെ മന്ത്രിയായിട്ടുള്ള KT ജലീലിനോട് ചോദിക്കുന്നു, ഇന്ദിരാ ആവാസ് വികാസ് യോജനയിൽ എത്ര വീടുകൾ ഉണ്ടായിട്ടുണ്ട്? ഒരൊറ്റ സ്കീമാ ഈ IAY ഇന്ദിരാ ആവാസ് യോജന. KT ജലീൽ മറുപടി പറയുന്നു, 2011-12 മുതൽ 2015-16 വരെ സംസ്ഥാനത്തിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയിൽ ആകെ 2,94,670 വീടുകൾ അനുവദിക്കുകയും ഇതിൽ 2,75,038 വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2015-16 അനുവദിച്ച വീടുകളിൽ 74.77% വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പദ്ധതിക്ക് മാത്രം 2,94,000 വീടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണക്ക് ശ്രീ KT. ഒരു മിനിറ്റ് വേണം അത്, ഒരു മിനിറ്റ്. അതോടൊപ്പം തന്നെ UDF സർക്കാരിൻ്റെ സമയത്തിൽ 4,14,000, ഇന്ദിരാ ആവാസ് യോജന 274, പട്ടികജാതി വകുപ്പ് 24,000, പട്ടികവർഗ വകുപ്പ് 17,000, കുടുംബങ്ങൾക്കാൽ ഭവന പദ്ധതി ആനുകൂല്യം 70,710 കുടുംബങ്ങൾക്ക്, പഞ്ചായത്ത് 12,938, കോർപ്പറേഷൻ 12,815. അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് 4,14,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, എനിക്ക് അത്ഭുതമാണ്, എനിക്കറിയില്ല. മണർകാടൊക്കെയുള്ള ആളുകളുടെ സോഷ്യൽ സ്റ്റേറ്റസ് അല്പം നല്ലതായിരിക്കും, പക്ഷേ പാവങ്ങളുമുണ്ട്. ഒരു പഞ്ചായത്തിൽ 20 വാർഡില്ലേ മാധു? 128 വീട് മാത്രം കൊടുത്ത ആ ഒരു പഞ്ചായത്തിൽ എല്ലാവരും വീട് തികയുമോ? ഒരു പഞ്ചായത്തിൽ 120. JK, ഒരു പഞ്ചായത്തിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പഞ്ചായത്തിന് 50 വീട് കൊടുത്താലും തികയത്തില്ല. ഒരു പഞ്ചായത്തിൽ 20 വാർഡുള്ള പഞ്ചായത്തിൽ 128 വാർഡ് കൊടുത്താൽ അവിടെ എല്ലാവർക്കും വീട് കിട്ടും. ശ്രീ നാരായണ നമ്പൂതിരി, ഇപ്പം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പ്രഖ്യാപിച്ചതിന്റെ ഫോട്ടോകോപ്പി എടുത്തൊരു ബജറ്റ് അവതരിപ്പിക്കുക ആണ് എന്നൊക്കെ പറയുന്ന കുറച്ച് കടന്ന കൈയല്ലേ? അതായത് ഇപ്പോ കേന്ദ്ര പദ്ധതികളിൽ കേരളത്തിന് കൃത്യമായി വിഹിതമുള്ള ഇടങ്ങളിലാണ് ഈ അവകാശവാദം ഉന്നയിക്കുക. ഇപ്പോ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന സംസ്ഥാന വിഹിതമില്ലേ? അത് 60 കോടി രൂപയോളം അതിന് വിലയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഉപജീവൻ മിഷൻ പദ്ധതിക്ക് സംസ്ഥാന വിഹിതം വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദേശീയപാത വികസനം കേന്ദ്ര സർക്കാരിന് മാത്രമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇതൊന്നുമല്ല. അപ്പോൾ സംസ്ഥാനത്തിന് പങ്ക് കൃത്യമായി വിനിയോഗിച്ച് മാത്രം നടത്തുന്ന പദ്ധതികളുടെ അവകാശവാദം സംസ്ഥാനത്തിന് പാടില്ലേ? മാധു, ജയിക്ക് ഈ എന്താ പറയണ്ടേ, ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈനിനെ കുറിച്ചൊക്കെ വാചാലനായി. ഈ ഗെയിൽ പൈപ്പ് ലൈൻ ആരാണ് ഇത്രയും താമസം വരുത്തിയത്? ആരാണ് ആ സമരത്തിൽ പങ്കെടുത്തത്? മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും ലൈൻ മാറ്റിയതാണോ? അപ്പോൾ കേരളത്തിൻ്റെ വികസനം ഇത്ര നാളും ഈ മുരടിപ്പിക്കുന്നതിൽ നല്ല പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്.
അത് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെതിരെ ഇപ്പോൾ CPM തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയിക്ക് അതിലൊത്തിരി അവകാശവാദം ഉന്നയിക്കരുത്. പിന്നെ റോഡ് വികസനത്തിന് ഈ വസ്തുവിലയുടെ 25% നൽകാമെന്ന് കേരളം അങ്ങോട്ട് വെച്ച പ്രപ്പോസലാണ്. ആ പ്രപ്പോസലിൽ നിന്ന് കേരളം പുറകോട്ട് പോയി. ഇപ്പോൾ പുതിയതായി പ്രഖ്യാപിച്ച ഒരു റോഡ് നിർമ്മാണത്തിനും കേരളത്തിൻ്റെ വിഹിതമില്ല. അത് പൂർണ്ണമായി കേന്ദ്ര വിഹിതം കൊണ്ടാണ് ദേശീയപാതയുടെ വികസനം നടക്കുന്നത്. ശരിയാണ് മാധു ചോദിച്ച ചോദ്യം ശരിയാണ്. കേന്ദ്രത്തിൻ്റെ അപ്പോൾ പിന്നെ കേന്ദ്രത്തിനെ കുറ്റം പറയുന്നില്ല. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലെ 85% പദ്ധതികളും കേന്ദ്ര ബജറ്റിൻ്റെ ചുവട് പിടിച്ച് കേന്ദ്ര പദ്ധതികളുടെ ചുവട് പിടിച്ചുള്ള പദ്ധതികളാണ്. കേരളത്തിൻ്റെ തനതായി എന്താണ് ഞാൻ ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് നികുതി പിരിവ് കാര്യക്ഷമമാക്കാൻ ഒരു അതിനെക്കുറിച്ചൊരു പരാമർശം പോലുമില്ലല്ലോ. കേരളത്തിൻ്റെ ഇപ്പോൾ ടൂറിസം മേഖലയിൽ കേന്ദ്ര പദ്ധതിയിലെ കേന്ദ്ര ബജറ്റിൽ ടൂറിസത്തിന് ഇത്തവണ ഒത്തിരി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ പ്രാധാന്യത്തിന് കേരളത്തിൽ ഉണ്ടാവണം. വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം രാജ്യത്ത് വേറെ എവിടെയും ഇല്ലാത്ത രീതിയിൽ കേരളത്തിന് അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരുന്നു എന്ന കാര്യം തുടർച്ചയായി നിതിൻ ഗഡ്കരി അടക്കം നടത്തിയ ചർച്ചകളിൽ ഉന്നയിച്ച് നിതിൻ ഗഡ്കരി തന്നെ കേരളത്തിൽ വന്നതിന് മറുപടി പറഞ്ഞ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലൊരു സമവായം ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നോട്ട് പോവുക മുന്നോട്ട് വരിക എന്നൊന്നുമല്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അങ്ങനെ ഒരു ഡയലോഗ് പാടില്ലേ? മാധു ഇത് ആരാണ് പറഞ്ഞത്? രാജ്യത്ത് വേറെ ഒരിടത്തും ഇല്ല. ഭൂമി വില വളരെയധികം വർദ്ധിച്ച എല്ലാ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം കൂടി ദേശീയപാത വികസനത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് കർണാടക കൊടുക്കുന്നുണ്ട്, മഹാരാഷ്ട്ര കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ മാത്രമായൊരു പ്രത്യേകതയല്ല. കാരണം ഭൂമി വിലയിൽ വലിയ വർധനവുള്ള രാജ്യങ്ങൾ അല്ല, ഞാൻ അപമാനകരമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അപമാനകരമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ ആ ദേശീയപാത വികസനത്തിൻ്റെ അല്ലെങ്കിൽ മത്സ്യസമ്പദ യോജനയുടെ കേന്ദ്രത്തിനെ കുറ്റം പറയുകയും കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വാചാലമാകുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പുണ്ടല്ലോ. ബജറ്റിൽ പോലും കേന്ദ്രം ഞെരുക്കുന്നു. എവിടെയാണ് കേന്ദ്രം ഞെരുക്കുന്നത്? ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ 25 ലക്ഷം കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ബജറ്റിൽ ഏറെക്കുറെ ഒരു 73,000 കോടി സംസ്ഥാനത്തിന് കിട്ടേണ്ടതായിരുന്നു എന്ന് ധനമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ പകുതി മാത്രമാണ് നമുക്ക് കിട്ടിയതെന്ന്. പകുതി കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അനുബന്ധ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ ബജറ്റിൽ വെക്കണോ? മാധു അങ്ങനെ ചോദിച്ചു പോയിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചോദിക്കൂ. ഒന്ന്, ധനകാര്യ 10ാം ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. 25 വർഷം മുമ്പുള്ള ഒരു ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടും ഇപ്പോഴുള്ള 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ട് എന്താ കാര്യം? 2022 തീരുന്ന GST നഷ്ടപരിഹാരം, ആ 22 തീരുമെന്നുള്ളത് GST നടപ്പിലാക്കിയപ്പോൾ തീരുമാനിച്ചതാ. അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താ കാര്യം? 15ാം ധനകാര്യ കമ്മീഷൻ്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അത് ഓരോ വർഷവും എത്ര നൽകുമെന്ന് ആ ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. അത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ കാലമാകുമ്പോൾ ഇനി ഞങ്ങൾക്ക് ആ റവന്യൂ ഡെഫിസിറ്റ് കിട്ടാനില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? GST നഷ്ടപരിഹാരം കിട്ടാനില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എൻ്റെ ചോദ്യം ഇതാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രം നൽകിയ പിന്തുണ, അതിനു മുമ്പ് ലഭിച്ച തുക അത് പറയണ്ടേ? ശ്രീ ബി എ പ്രകാശിലേക്ക് പോവുകയാണ്. ശ്രീ ബി എ പ്രകാശ് എന്നോട് ക്ഷമിക്കണം, ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് 7:30 ഈ ചർച്ച തുടങ്ങിയ സമയത്ത് അങ്ങേലേക്ക് വരാൻ കഴിയാതിരുന്നത്. അങ്ങനോട് ക്ഷമിക്കണം, ഞാൻ അത് മുൻകൂറായി പറഞ്ഞുകൊണ്ടാണ് അങ്ങേലേക്ക് വരുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ നാരായണ നമ്പൂതിരി, ശ്രീ ബി എ പ്രകാശ്, ഇതിലപ്പുറം എന്തെങ്കിലും സാധ്യതയുണ്ടോ? നമുക്ക് നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കിയാൽ ഈ ബജറ്റിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? അല്ല, ഞാൻ ഇതുവരെയുള്ള ചർച്ച കൂടുതലായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഇത് കേരള ബഡ്ജറ്റിനെ പറ്റിയുള്ളൊരു ചർച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണല്ലോ? അതെ. അപ്പോൾ ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ഇന്ന് അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ധനകാര്യ തകർച്ച നിലനിൽക്കുന്ന ഒരു സമയത്താണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഒരു കണക്ക്
ഇപ്പോൾ ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ അസംബ്ലിയിൽ വെച്ച CIGയുടെ പിന്നെ അക്കൗണ്ട്സ് അറ്റ് എ ഗ്ലാൻസ് 2023-24 കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു വർഷം 2023-24 സാമ്പത്തിക വർഷം മൊത്തം സംസ്ഥാന സർക്കാർ കടമെടുത്തത് 1 ലക്ഷത്തിലധികം കോടി രൂപയാണ്. അതിൽ പകുതിയോളവും ഏതാണ്ട് 53,000 കോടി രൂപയും എടുത്തിരിക്കുന്ന വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്, താൽക്കാലിക വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്നുള്ള നിലയിലാണ്. അത് എത്ര ദിവസം ഒരു വർഷം എടുത്തു? ഏതാണ്ട് 200-225 ദിവസം ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്തു. ഏതാണ്ട് 67 പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. ഇത് സൂചിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വൻപിച്ച ഒരു തകർച്ചയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു കടക്കണിയിലേക്ക് നിൽക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഞാൻ കാണുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലത്ത് സർക്കാരിന് ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് നിറവേറ്റാനായിട്ടുള്ള ധനമുണ്ടോ? ഇല്ല. അതായത് ഇപ്പോൾ ചിലപ്പോൾ ശമ്പളവും പെൻഷനും അതുപോലുള്ള ചില വളരെ അത്യാവശ്യമായിട്ടുള്ള ചിലവുകൾ മാത്രം ഇപ്പോൾ കഷ്ടിച്ച് നടത്താനായിട്ടുള്ള വരുമാനം പോലും ഇല്ല. ഈ സർക്കാരിൻ്റെ മറ്റ് എക്സ്പെൻഡിച്ചർ എല്ലാം കട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തെ പ്ലാൻ എല്ലാം 50% കട്ട് ചെയ്തു എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റ്സിന് കൊടുക്കാനുള്ള തുക കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ബഡ്ജറ്റിലുള്ള തുകയെല്ലാം കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു വലിയൊരു ധനകാര്യ പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റിയും ബഡ്ജറ്റിൻ്റെ പ്രപ്പോസലിനെ പറ്റിയും അതിൽ എത്രത്തോളം നേട്ടം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കണക്കിലെടുക്കണം. വലിയ കാര്യമായിട്ട് കുറേ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ നടത്താവുന്നുള്ള കവിഞ്ഞ് അതൊന്നും നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ധനശേഷി സംസ്ഥാന സർക്കാരിന് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെപ്പറ്റി എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ കെ ശബരിനാഥൻ, ഇതിപ്പോൾ പ്രതിപക്ഷത്തിന് സാധാരണഗതിയിൽ VD സതീശൻ, തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന സമയം മുതൽ കൗണ്ടർ ചെയ്യുന്നതാണ് ബജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ. ഇതിൽ നിങ്ങൾ തമ്മിൽ നല്ല ബോധ്യമുള്ള, നിങ്ങൾ തമ്മിൽ തർക്കങ്ങളില്ലാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ. അത് സംസ്ഥാനത്തിൻ്റെ ധനാഗമനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ തർക്കമില്ല. ഈ പൊള്ളയായ ബജറ്റാണ്, ഇത് പെർഫോം ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് സംസ്ഥാനത്തിന് ധനകാര്യ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഐക്യപ്പെടാൻ കഴിയാത്ത സാഹചര്യം എന്താണ്? അല്ല, ആദ്യമേ തന്നെ കേരളത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ടാക്സ് ഡെവല്യൂഷൻ അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനോട് കാണിക്കുന്ന മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമല്ല, തമിഴ്നാടുണ്ട്, കർണാടകമുണ്ട്, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ പ്രദേശങ്ങളില്ലാത്ത രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടത് അതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റാണ്. ഈ പറഞ്ഞ കിഫ്ബിക്ക് മസാല ബോണ്ട് ഒരു ചെറിയ ഉദാഹരണം. കേരളത്തിൽ ഇന്ത്യക്കകത്ത് മാർക്കറ്റിൽ 6.5% ബോണ്ട് കിട്ടുമ്പോൾ, ലോൺ കിട്ടുമ്പോൾ 9.732% 2200 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് വാങ്ങിച്ച് അത് 5 വർഷം കൊണ്ട് തിരികെ കൊടുത്തത് 3600 കോടി രൂപയായിട്ടാണ്. 1500 കോടി രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം തിരിച്ചടച്ചപ്പോൾ അതൊക്കെ ഈ സർക്കാരിൻ്റെ ധൂർത്തിൻ്റെയും ചില പ്രത്യേക പ്ലാനുകളുടെയും കാരണമായിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. 2017 ഈ കിഫ്ബി പദ്ധതി തുടങ്ങുമ്പോൾ ആ സമയം മുതൽക്കേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, രമേശ് ചെന്നിത്തല, ശ്രീ VD സതീശൻ, ഞാനടക്കമുള്ള ആളുകൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കിഫ്ബിയിൽ എടുക്കുന്ന പണം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതിൻ്റെ ലീൻ ഉണ്ടാകുന്നത് കേരള ബഡ്ജറ്റിൽ തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ കേരളത്തിലൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ 1000 കോടി രൂപ വെളിയിൽ പോയി വാങ്ങിക്കുന്നു, അതുകൊണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അത് അവരുടെ മാത്രമായിരിക്കുമോ? അതിന് കേരള സർക്കാർ അനുമതി നൽകുമോ? ആ 1000 കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി എടുക്കുക എന്ന് വെച്ചു, അതിൻ്റെ ലീൻ കേരള സർക്കാരിൽ വരും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് വെച്ച് എന്തായാലും ഇത് ലീൻ വരുമെന്ന് നമ്മൾ പറഞ്ഞപ്പോഴും അപ്പോഴൊന്നും ഇല്ല എന്ന് ശ്രീ ഐസക് പറഞ്ഞെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തിയായി. 2017 ഈ പറഞ്ഞ കിഫ്ബി മസാല ബോണ്ട് അടക്കം പോകുമ്പോൾ ഈ സർക്കാരിനറിയാം ഇത് നമ്മുടെ ബാധ്യതയായി വരും.
അത് അപ്പോൾ നോക്കാം, അപ്പോൾ എന്തെങ്കിലും കാര്യമെന്ന് പറയുന്നത് അല്ല, ഇന്നൊരു അത് രാഷ്ട്രീയമാണ്. തിരിച്ചടക്കേണ്ടത് ബജറ്റിൽ നിന്നാണൊക്കെയുള്ള ബോധമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലിശ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതൊരു ഡെവലപ്മെന്റിന്റെ ഫ്രണ്ട് ലോഡിംഗ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ചാലക ശക്തിയായി ഇതിലേക്ക് വരുമല്ലോ. ശ്രീ തോമസ് ഐസക്കിന്റെ ഫ്രണ്ട് ലോഡിംഗ് എന്നുള്ള വാക്ക് 2017 കിഫ്ബി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? കേരളത്തിൽ വികസനമൊക്കെ പതുക്കെ പതുക്കെ നടക്കുകയാണ്, അതുകൊണ്ട് എല്ലാ പദ്ധതികളും നമ്മൾ വേഗത്തിലാക്കുന്നു. സ്വാഭാവികമായി നമ്മുടെ ഇക്കണോമിക് ഒരു അതെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. അത് മാധു 2014 പറഞ്ഞ കാര്യമാണ്. ഞാനും മാധു ഇരിക്കുന്നത് 2025 ഈ 9 വർഷം കൊണ്ട് കിഫ്ബിയുടെ ഭാഗമായി ചെലവായിട്ടുള്ളത് 29,000 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ ഒരു വർഷം 3,000 കോടി രൂപ. ഒരു വർഷം അല്ല, മനസ്സിലായിട്ടില്ല. ആ 3,000 കോടി രൂപ എല്ലാ വർഷവും പ്ലാൻ ഫണ്ടിൽ. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പോൾ 87,000 കോടി രൂപയുടെ പദ്ധതി കിഫ്ബിയിൽ പറയുന്നു. ഈ ആദ്യമേ ഫ്രണ്ട് ലോഡ് ചെയ്യേണ്ട 50,000 കോടി രൂപയുടെ പദ്ധതി ഇനി നടപ്പിലാക്കണം. അതിന് പൈസ എവിടെ നിന്നാണ്? ബാങ്കുകൾ പൈസ തരുന്നില്ല ഈ പ്രശ്നം കാരണം. അപ്പോൾ എവിടെ നിന്നാണ് പൈസ? ഫ്രണ്ട് ലോഡിംഗ് ഓഫ് ബജറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടെങ്കിലും ഇതിന്റെ റീപേയ്മെന്റ് വരുന്നത് ബജറ്റിൽ നിന്ന് തന്നെയാണ്. കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബജറ്റിൽ നിന്ന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ വിചാരിച്ച തോതിൽ കിഫ്ബിയെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പലിശ അടക്കമുള്ള വലിയ ബാധ്യത നമുക്ക് ഡെവലപ്മെന്റ് നടക്കാത്ത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ വിമർശനം. തീർച്ചയായിട്ടും കിഫ്ബിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിന് തൊട്ടു മുമ്പ് ബഹുമാനീയനായ BJPയുടെ പ്രതിനിധി വീണ്ടും അവകാശപ്പെടുന്നു ഇതൊക്കെ സാധാരണമല്ലേ. ഏത് സാധാരണമെന്നാണ് അദ്ദേഹം കരുതുന്നത്? കേരളത്തിന്റെ കിഫ്ബി മുഖാന്തരം 6,000 കോടി രൂപ മലയാളിയുടെ പോക്കറ്റിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ യൂണിയൻ ഗവൺമെന്റിന്റെ നടപടി വളരെ സാധാരണമല്ലേ എന്നുള്ളതാണ്. ഇപ്പൊ BJP നേതാക്കന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടു, CSR ഫണ്ട് ഫ്രോഡ് കേസിൽ തട്ടിപ്പ് സാധാരണമായി നടത്തുന്ന BJPയുടെ കേന്ദ്ര നേതാവിനെ നമ്മൾ കണ്ടു. ആ അനുഭവം വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെറിയ തട്ടിപ്പല്ലേ, 6,000 കോടിയുടെ ഒക്കെ വലിയ തട്ടിപ്പാണോ, ഇതിൽ ഇത്ര പാനിക്കാമൻ എന്ത് എന്ന് BJP പ്രതിനിധി ചോദിക്കുന്നത് അല്ല. ഇന്ത്യൻ അനുഭവത്തിൽ ഇത് അത്യസാധാരണത്വമുള്ളതാണ്. ഇതിന് പ്രീസിഡൻസ് എവിടെയും ഉള്ളതല്ല. കേരളത്തോട് ദേശീയപാത മാതൃകയിൽ 6,000 കോടി രൂപ എല്ലാ പദ്ധതികൾക്കും വേണം. അങ്ങനെയാണ് പറയാത്ത കാര്യം നിങ്ങൾ പറയരുത്. അങ്ങനെയാണ്. അതായത് ദേശീയപാതയ്ക്ക് മര്യാദയാണോ? ഞാൻ പറയാത്ത കാര്യം പറയില്ലല്ലോ. അല്ല അല്ലല്ല, ഞാൻ പറയാത്ത കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ പറയാത്ത കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ ദേശീയപാതയ്ക്ക് മാത്രമായി 6,000 കോടി രൂപയിലധികം കേരളത്തിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയ യൂണിയൻ ഗവൺമെന്റ് നടപടി സർവ്വസാധാരണം എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് അത് സർവ്വസാധാരണത്വമല്ല. ഇന്ത്യൻ അനുഭവത്തിൽ ഒരു ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വഴിപടിക്കുന്നതിനായി 6,000 കോടിയോളം രൂപ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കിഫ്ബി മുഖാന്തരമുള്ള പണത്തിൽ നിന്ന് പിടിച്ചു കറച്ചു കൊണ്ടുപോകുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ കൊള്ളയാണ്, മാപ്പർഹിക്കാത്ത ക്രൂരതയാണ്, അക്ഷരാർത്ഥത്തിൽ മലയാളിയോടുള്ള വിരോധമാണ്, മറ്റൊന്നുമല്ല. എന്നിട്ട് ബാക്കിയുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ പൈസ എടുക്കുക എന്നാണ് പറയുന്നത്. വയനാട് എന്നൊരു വാക്കുച്ചരിക്കാൻ കേരളത്തിൽ അന്തസ്സുള്ള ഏതെങ്കിലും ഒരു BJP-കാരൻ തയ്യാറായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ? എന്താണ് അനുഭവം? 500 പേരെ അനൗദ്യോഗിക കണക്കിൽ 500 പേരെ നഷ്ടപ്പെട്ട ദ എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഇന്ത്യയാണ്, കേരളത്തിലെ അല്ല, എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ ഇൻ ഇന്ത്യ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഒരു ദുരന്തത്തിന് ഒരണാ പൈസ നിങ്ങൾ നൽകിയിട്ടില്ല. 33 പേർ മരണപ്പെട്ട ആന്ധ്രയ്ക്ക് നിങ്ങൾ 3,000 കോടി കൊടുത്തു. 6 ദിവസം മഴ പെയ്ത തമിഴ്നാടിന് 153 കോടി രൂപ കൊടുത്തു. 2 ദിവസം ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായ സിക്കിമിന് 178 കോടി രൂപ കൊടുത്തു. എന്നാലോ ഇന്ത്യൻ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത 500 പേരോളം മരണപ്പെട്ട കേരളത്തിന് ഒരു ചുക്കും തരില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് ശത്രു രാജ്യത്തോടെന്നതുപോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. അന്തസ്സുള്ള ഒരു മലയാളിക്കും BJP ആകാൻ BJPയുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന ബജറ്റിൽ 750 കോടി രൂപ മുടക്കി അന്തർദേശീയ നിലവാരത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സിന് കേരളത്തിലെ ഗവൺമെന്റ് തുടക്കമിടുന്നത് നിങ്ങളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബദൽ തീർക്കാൻ കഴിയുമെന്നതിന്റെ വിളംബരമാണ് ഈ ബജറ്റിലെ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു കിഫ്ബിയെ സംബന്ധിച്ച അദ്ദേഹവും പ്രതിപക്ഷ നേതാവും ഒക്കെ നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഇവരൊക്കെ പറഞ്ഞിരുന്നു അത്രേ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ കിഫ്ബിയുടെ മുന്നേറ്റത്തെ എതിർക്കാനും തകർക്കാനും ശ്രമിച്ചവരാണ്. ആകാശ കുസുമം എന്ന് കിഫ്ബിയെ വിളിച്ചത് ആരാണ്? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് കിഫ്ബിയെ വിളിച്ചത് ആരാണ്? ഞാൻ വെല്ലുവിളിക്കുന്നു. 69,968 കോടി രൂപയുടെ പ്രൊജക്ടുകൾ കിഫ്ബി മുഖാന്തരം ഓൺഗോയിങ് ആണ്. കേരളത്തിൽ നിങ്ങൾ അടച്ചുപൂട്ടിയ, അങ്ങ് ഓർമ്മിക്കുന്നില്ല, അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി കൂടെ ആയിരുന്നല്ലോ, 2016 ഫെബ്രുവരിയിൽ ഞങ്ങൾ സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? കേരളത്തിലെ
പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾ തകർത്തു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സമരമൊഴിഞ്ഞ രാത്രിയുടെ മറവിൽ കേരളത്തിൽ കോഴിക്കോട്, മലാപ്പറമ്പ്, മാങ്ങാട്ടിടത്തും എയ്ഡഡ് സ്ഥാപനങ്ങൾ നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു. നിങ്ങൾ മുസ്ലിം ലീഗും ചേർന്ന് ആ തകർത്ത് കളഞ്ഞ യുപിയിൽ യോഗി ചെയ്യുന്നത് പോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞവരാണ് ഇവർ. ആ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം മാറ്റി നിങ്ങൾ പറഞ്ഞ ആകാശ കുസുമം അവസാനിപ്പിച്ചുകൊണ്ട് ഒറ്റ വാചകം, നിങ്ങൾ പറഞ്ഞ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്തായി മാറി? കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ഇന്റർനാഷണൽ സ്കൂളുകൾ തല ഉയർത്തി നിൽക്കുന്നു. കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കിഫ്ബി ഓഫ് ബജറ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ വെച്ചു അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച മാനദണ്ഡം കൊണ്ട് തന്നെയാണ്. പക്ഷേ അപ്പോൾ സ്വാഭാവികമായും അതിലൊരു ബാധ്യത ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്റ്റാഫിനെ അടക്കമുള്ള ചെലവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബജറ്റിൽ നിന്നെടുത്ത് ചെലവഴിക്കാനാണ് എങ്കിൽ ബജറ്റിൽ സംസ്ഥാന സർക്കാരിലുള്ള അതേ സംവിധാനങ്ങൾ പോരെ എന്നൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഞാൻ വരാം. ശ്രീ നാരായണ നമ്പൂതിരി, ജയിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി. ശ്രീ നാരായണ നമ്പൂതിരി കേൾക്കാമോ? അങ്ങേക്ക് സാങ്കേതിക പ്രശ്നമുണ്ട്, വരാം. ശ്രീ ബി എ പ്രകാശ്, ഇതിപ്പോ ക്ഷേമ പെൻഷൻ വർധന എന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം സർക്കാരിനുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് വർഷമാണ്. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 100 രൂപ വർധന എന്തെങ്കിലും പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫെബ്രുവരിയിലെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ മാർച്ച് പകുതിയോ 12-ാം തീയതിയോടുകൂടി മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ മുണ്ടുമുറുക്കി പോയാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ? അപ്പോൾ യാഥാർത്ഥ്യ ബോധമുള്ള ബജറ്റ് എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ? അല്ല, ഞാനിവിടെ പറഞ്ഞല്ലോ, അതായത് ഞാൻ പറഞ്ഞ കണക്കുകൾ CAG-യുടെ കണക്കുകളാണ്. അത് 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്ന കണക്കുകളാണ്. അതായത് അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം അങ്ങേയറ്റത്തെ ഒരു ധനകാര്യ തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ തീരെ പണമില്ല ഈ ചെലവുകൾ നടത്താൻ. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ഈ സർക്കാർ അനുവർത്തിക്കുന്ന ഒരു നയം എന്ന് പറഞ്ഞാൽ എല്ലാം കടം മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പിന്നീട് എല്ലാം ഔട്ട് ഓഫ് ബഡ്ജറ്റ് മേടിക്കുക, അല്ലെങ്കിൽ കടം മേടിക്കുക. അപ്പോൾ KSRTCക്ക് പണമില്ലെങ്കിൽ കടം മേടിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് കൊടുക്കാനായിട്ട് ഒരു കമ്പനി തുടങ്ങി കടം മേടിക്കുക, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബഡ്ജറ്റ് മേടിക്കുക. സർവ്വടത്തും കടമാണ്, എന്തിനും കടമാണ്, ഏതിനും കടമാണ്. അങ്ങനെ കടം മേടിക്കാനായിട്ട് നമുക്ക് കടം കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇല്ലല്ലോ. അതായത് നമ്മുടെ വരുമാനവും അല്ലെങ്കിൽ നമ്മുടെ തിരിച്ചടവ് ശേഷിയും അമ്മാതിരിയുള്ള ഇത് വെച്ചല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാം കടം മേടിച്ച് നമ്മൾ ഈ കടക്കെണിയിൽപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളതെന്നാണ് ഈ CAG-യുടെ ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തിൽ കടം കുറഞ്ഞു എന്നുള്ളതാണ് കടം കുറഞ്ഞു എന്നുള്ളതാണ് അവകാശവാദം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ ബജറ്റ് ധനമന്ത്രി തുടങ്ങുന്നത്. അതല്ല, എക്കണോമിക് സർവേ പറയുന്നതാണ്. അല്ലല്ല, അതൊരു കാര്യമുണ്ട്. ഈ ധനമന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന അതാണ്. പക്ഷേ ധനമന്ത്രി ആദ്യം ഒരു കാര്യം ചെയ്യണമായിരുന്നു, ഇതെടുത്ത് നോക്കണമായിരുന്നു ഈ റിപ്പോർട്ട്. അതായത് CAG-യുടെ റിപ്പോർട്ട് ഒന്നെടുത്ത് നോക്കണം, അതിൽ പറയുന്ന കണക്കുകൾ എന്താണെന്ന് നോക്കണം, അതിനനുസരിച്ചിട്ട് പറയണം. ഞാൻ ഈ പറയുന്ന ഇതിൻ്റെ ബേസിലാണ്, അല്ലാതെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് പറയുന്നതല്ല. അതായത് CAG പറയുന്നതാണ് ഈ സംസ്ഥാനത്തിൻ്റെ കണക്കിന് ഏറ്റവും ആധികാരികമായ കണക്ക്. സർക്കാർ പറയുന്ന ആധികാരികമായിട്ട് കണക്കൊന്നും നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല, സർക്കാർ പോലും അംഗീകരിക്കുന്നില്ല. കാരണം ഒരു ഓഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ CAG പറയുന്ന കണക്കിനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആധികാരികമായിട്ടുള്ള ഒരു കണക്കായിട്ട് പറയുന്നത്. ആ കണക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ശ്രീ നാരായണ നമ്പൂതിരി, ഇപ്പോൾ ഈ ബജറ്റിൽ ആദ്യം തന്നെ ധനമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം വയനാടിന് 750 കോടി രൂപ എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തിന് അവനവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രതിസന്ധി അതിജീവിക്കാൻ 750 കോടി രൂപ മാറ്റിവെക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ഇച്ചിരി ചുരുക്കേണ്ടി വരും. അത് പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ട് ഉള്ള സഹായങ്ങളിൽ കേന്ദ്രം ഈ മനസ്ഥിതി തുടരുന്ന സാഹചര്യത്തിൽ. മാധു, അതിനു മുമ്പ് ജയിക്ക് ഈ 5000 കോടി രൂപ റോഡ് വികസനത്തിന് നൽകിയതിനെക്കുറിച്ച് പിടിച്ചുപറിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. മാധു തന്നെ പറഞ്ഞു അത് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ അങ്ങോട്ട് വെച്ച ഒരു പ്രപ്പോസൽ അനുസരിച്ച് ചെയ്ത കാര്യമാണ്. എന്താണെങ്കിലും ഇപ്പോൾ അത് സാർ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കടത്തിൽ പെടുത്തരുത് എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് അതിനെ വലിയ ഈ നെഞ്ചത്തടിക്കേണ്ട കാര്യമൊന്നുമില്ല ജയിക്ക്. പിന്നെ ഇത് സാധാരണമാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, വലിയ ഭൂമി വില വലിയതായി വർദ്ധിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇതേപോലെ ആ സംസ്ഥാനത്തിന്റെ വിഹിതം എടുക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം ഇത് ഞങ്ങൾ മാത്രം ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ഭൂമി വിലയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഒരു കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ മറ്റ് സംസ്ഥാനങ്ങൾ അടങ്ങുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും സംസ്ഥാനങ്ങളും നൽകിയ തുക എത്രയുണ്ട്? ആ തുക ചെലവഴിക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? നിലവിൽ ദുരിതാശ്വാസ നിധിയിൽ വന്ന തുകയുടെ 75% ചെലവഴിക്കാനല്ലേ. ആ 75% ഒന്ന് ചെലവഴിക്കും സാർ. സംസ്ഥാന ബജറ്റിൽ 750 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ വയനാടിന്റെ പുനരുദ്ധാരണം അല്ലല്ലോ ശ്രീ നാരായണൻ ചർച്ച ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഫണ്ട് വിനിയോഗം ബജറ്റിൽ 750 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റിടങ്ങളിൽ ചുരുക്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. കേന്ദ്രം നിങ്ങൾ ഈ 75% തന്ന പൈസ ചെലവഴിക്കൂ. കേന്ദ്രം തരികയില്ലെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? കേന്ദ്രം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ കേന്ദ്രം നൽകിയ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത പണത്തിന്റെ 1 രൂപ പോലും ചെലവഴിക്കാതെ ഇനിയും വേണമെന്ന് പറയുന്നത്, അത് ചെലവഴിക്കൂ. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തന്നെയല്ലേ പറഞ്ഞത്, 75% ചെലവഴിക്കാൻ. കേന്ദ്രം തന്നില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം നിങ്ങളുടെ ചോദ്യമായി ഉന്നയിച്ചിരുന്നു. ഞാൻ ചോദിച്ചത് അതല്ല, അങ്ങേക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. സംസ്ഥാനം അതിന്റെ ബജറ്റിൽ 750 കോടി രൂപ എന്നൊരു ഹ്യൂജ് എമൗണ്ട് മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണല്ലോ, നമ്മുടെ ഏറ്റവും വലിയ വേദന പരിഹരിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചുരുക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അത് കേന്ദ്രത്തെ കുറ്റം പറയുന്നതാണെന്ന് അങ്ങേക്ക് തോന്നിയെങ്കിൽ ഞാൻ അങ്ങേ തിരുത്താനുമില്ല, അത് സ്വാഭാവികമാണ്. എന്റെ 1 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് പറയണം. അല്ല, ഇത്രയും പറയുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ ഈ വയനാടിനെ അവഗണിക്കുന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ലോക്സഭയ്ക്കകത്ത് പല പ്രാവശ്യം ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കേരളം 750 കോടി കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ഏകദേശം 300 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നമ്മളെല്ലാം കൊടുത്ത പൈസയാണ്. ഇതിൽ കൂടുതൽ പണം സ്റ്റേറ്റ് ഓൺ ഇറ്റ്സ് ഓൺ കൊടുക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. ഇനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ പറഞ്ഞ മറുപടി ശ്രീ KT ജലീൽ മിനിസ്റ്ററുടെ മറുപടിയോടൊപ്പം ശ്രീ AK ബാലൻ മന്ത്രി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഏകദേശം 35,000 വീടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണക്കിന്റെ ഒരു പേപ്പറിലൂടെ ഞാനിപ്പം മധുവിന് അയച്ചിട്ടുണ്ട്. ഇനി അവസാനം ജയിക്കുവിനോട് മണർകാട് പഞ്ചായത്തിലെ കാര്യം അങ്ങേക്കൂടെ അറിയുവാൻ വേണ്ടിയാണ്. ആ പഞ്ചായത്തിൽ 17 വാർഡുണ്ട്. ഒരു വാർഡിൽ ഏകദേശം 20-22 വീട് വെച്ച് കൊടുക്കാനുണ്ട്. അവിടെ 117-നും 123 വീടിന് ഇടയ്ക്ക് വെച്ച് കൊടുത്തു. ഇനി ഏകദേശം 200 വീട് അങ്ങയുടെ പഞ്ചായത്തായിട്ടുള്ള മണർകാടിൽ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനുള്ള സഹായം ചെയ്യണം. അവിടെ അപ്പൊ അവിടെ എല്ലാ വീടും കൊടുത്തു തീർന്നു. മണർകാട് പഞ്ചായത്ത് എല്ലാ വീടും കൊടുത്തു. മണർകാട് പൂർത്തിയാണ്. നമുക്ക് 2 പേർക്കും, അതായത് 3 പേർക്കും സംവദിക്കാനുള്ള സാഹചര്യമുണ്ട്. 2 പേരും ഈ വിവരങ്ങൾ തരികയാണെങ്കിൽ നമുക്ക് നാളെ ഇത് പ്രത്യേകിച്ചൊരു ന്യൂസ് സ്റ്റോറി ആയിട്ട് കൊടുക്കാവുന്നതാണ്. പ്രേക്ഷകർക്ക് ആ സംശയം തീരുകയും ചെയ്യില്ല. മണർകാട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് തന്നെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാം പ്രേക്ഷകരിലേക്ക്. വളരെയധികം നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും.